ആ അണ്ണന്മാർ പറഞ്ഞാൽ 50 രൂപ മേടിക്കത്തുള്ളൂ. 50 രൂപ കൊടുത്തിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ച് പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ജസ്റ്റ് സ്ലോ ചെയ്ത് ഡൗൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ട് വരും. പൈസ ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും 50 രൂപയും കയ്യിൽ വെച്ച് കൊടുത്താൽ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ അവിടെ നിർത്തി 50 രൂപ കൊടുത്ത് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ അവർ കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇരുന്നാൽ 50 പോരാ 500 വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ചോദിക്കും. സംസാരിക്കാത്ത കാര്യങ്ങൾ കൊടുത്തിട്ടൊക്കെ പോയി അതെ. ഇപ്പം എന്തായാലും നമുക്ക് 200 രൂപ കൊടുക്കേണ്ടി വന്നു. ഓക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിവിടെ LNG പമ്പിലാണ് നിൽക്കുന്നത്, പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. നമ്മളിനി രാത്രി മാത്രമേ പോകത്തുള്ളൂ. ഫുഡൊക്കെ വേവിച്ച് കഴിച്ച് കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ ഈ രാത്രി പോണതിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഇത് കണക്ക് പണപ്പിരിവാണ്, പൈസപ്പിരിവാണ്, കൈക്കൂലിയാണ് എല്ലായിടും. പിന്നെ ട്രാഫിക്കും ഉണ്ട്, അതൊരു കാര്യം. അതല്ലാതെ മുതലെടുക്കാനായിട്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തുണ്ട്. കൂടുതൽ വെസ്റ്റ് ബംഗാൾ ഈ പരിപാടി തന്നെയാണ് കൂടുതൽ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ റോളക്സിൻ്റെ രണ്ടാമത്തെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. റോളക്സിൻ്റെ ആദ്യത്തെ വണ്ടി ഫസ്റ്റ് ലോറി നമ്മുടെ ഈ പാർക്കിങ്ങിനകത്ത് കിടക്കുകയാണ്. അവർ തിരിച്ച് നാട്ടിലോട്ട് കോട്ടയത്തോട്ടാണ് പോകുന്നത് ലോഡ് എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കണ്ടു. അപ്പോൾ നമ്മളിനി ഒരുമിച്ച് ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ കേരള ഭാഗത്തോട്ട് നമ്മൾ നേരെ അരുണാചൽ പ്രദേശത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം.